സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗികാതിക്രമ ആരോപണത്തെ ചുറ്റിപ്പറ്റി സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾ തുടരുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഓരോ വിവരവും വിഷയം കൂടുതൽ സങ്കീർണമാക്കുന്ന തരത്തിലാണ്. പരാതിയുടെ പശ്ചാത്തലത്തിൽ രഞ്ജിത്തിനെ എറണാകുളം സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തതായി പോലീസ് അറിയിച്ചു. ജയിലിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് രഞ്ജിത്ത് മാധ്യമങ്ങളോട് തനിക്കെതിരെ ഉയർന്ന ലൈംഗികാതിക്രമ ആരോപണങ്ങൾ നിഷേധിച്ചു. കേസ് പൂർണ്ണമായും കള്ളക്കേസാണെന്നും അത് കോടതിയിൽ തെളിയിക്കുമെന്നും രഞ്ജിത്ത് വ്യക്തമാക്കി. സിനിമയിൽ നിന്ന് ഒഴിവാക്കിയതിനെ തുടർന്ന് വ്യക്തിപരമായ വൈരാഗ്യമാണ് പരാതിക്കാരിയുടെ നടപടിക്ക് പിന്നിലെന്നാണ് രഞ്ജിത്തിന്റെ വിശദീകരണം. തന്റെ പേരിനും പ്രതിഷ്ഠയ്ക്കും ദോഷം വരുത്താനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം ആരോപിച്ചു. കേസ് നിയമപരമായി നേരിടുമെന്നും സത്യം പുറത്തുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു നടിയുടെ പരാതിയെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. സംഭവം സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലുണ്ടായതാണെന്നാണ് പരാതിയിൽ പറയുന്നത്. പോലീസ് നടപടി തുടരുന്നതിനിടെ രഞ്ജിത്തിനെ ചോദ്യം ചെയ്യുന്നതിനും നിയമ നടപടികൾക്കായി ഹാജരാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. സത്യാവസ്ഥ പുറത്തുവരും, ഇതൊരു കള്ളക്കേസാണെന്ന് തെളിയും എന്ന ആത്മവിശ്വാസത്തിലാണ് രഞ്ജിത്ത്. ആരോപണങ്ങൾ തന്റെ വ്യക്തിഗത പ്രതിച്ഛായയെ ബാധിക്കുന്നുവെങ്കിലും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്ന് രഞ്ജിത്ത് പറഞ്ഞു. ഇതിനു മുൻപും രഞ്ജിത്തിനെതിരെ സമാനമായ 2 കേസുകൾ ഉയർന്നിരുന്നു. ഇത് അദ്ദേഹത്തിനെതിരെയുള്ള 3ാമത്തെ പീഡന കേസാണ്. 2024 ബംഗാളി നടി വെളിപ്പെടുത്തിയത് പ്രകാരം 2009 പുറത്തിറങ്ങിയ പാലേരി മാണിക്യം സിനിമയുടെ ചിത്രീകരണ സമയത്ത് കൊച്ചിയിലെ ഗസ്റ്റ് ഹൗസിൽ രഞ്ജിത്ത് യുവനടിയോട് മോശമായി പെരുമാറിയെന്നും ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ചതായും ആരോപിച്ചിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണം കുറ്റപത്രത്തോടെ കോടതിയിൽ സമർപ്പിച്ചെങ്കിലും 2009 ഈ കേസ് ഒക്ടോബറിൽ ഹൈക്കോടതി റദ്ദാക്കി. 2012 ബംഗളൂരു 5 സ്റ്റാർ ഹോട്ടൽ ലൊക്കേഷനിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ബാവുട്ടിയുടെ നാമത്തിൽ ചിത്രത്തിലെ ഒരു യുവാവിന്റെ പരാതിയും രഞ്ജിത്തിനെതിരെയാണ്. യുവാവിനെ ബംഗളൂരുവിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചതായും നഗ്നചിത്രങ്ങൾ എടുത്തതായും പരാതിയിൽ പറയുന്നു. ഈ കേസിലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തു. 12 വർഷത്തെ കാലതാമസം ചൂണ്ടിക്കാട്ടി കർണാടക ഹൈക്കോടതി 2025 ജൂലൈയിൽ ഈ കേസ് റദ്ദാക്കി. ഈ സംഭവത്തോടെ മലയാള സിനിമാ മേഖലയിൽ വീണ്ടും വലിയ ചർച്ചകൾക്ക് തുടക്കമായിട്ടുണ്ട്. മുൻപ് ഇത്തരം ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലവും ഇപ്പോഴത്തെ കേസും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്.